ഉണ്ടാവും, വിക്ടിമിനെയും ക്രൈം ചെയ്യുന്നവരുടെയൊക്കെ. അപ്പോൾ ആ രണ്ട് ആർഗ്യുമെൻറ്റ് നമ്മൾ എന്താണ് ഒരേപോലെ തന്നെ കേൾക്കാനായിട്ട് കേൾക്കണം. അല്ലാതെ ഒരു ഭാഗം മാത്രം കേൾക്കാതെ കേട്ടുകൊണ്ട് മറ്റൊരു ഭാഗം കേൾക്കാതിരിക്കുന്നത് അങ്ങനെയൊന്നും പാടില്ല. രണ്ട് ഭാഗവും ഈക്വലായിട്ട് നമ്മൾ കേൾക്കണം. അതാണ് എന്ത് ടു ആർഗ്യുമെൻറ്റ്സും ഈക്വലായിട്ട് എന്താണ് കൺസിഡർ ചെയ്യണം. അതിനെ ഡിപിക്റ്റ് ചെയ്യുന്നതാണ് എന്ത് ഈ ഒരു സ്കെയിൽ. സോ ദിസ് പിക്ചർ സേ അബൌട്ട് ദ റിലവൻസ് ഓഫ് ജസ്റ്റിസ്. സോ നൗ ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് ദി ജസ്റ്റിസ്. See the present balance of justice. It emphasizes that both must be both sides of the argument before delivering a judgment. So before delivering a judgment, both arguments should be considered equally, and the wealth and the class or status, social determination should not be considered while considering a judgment. So justice should be implemented in a proper way. ഒരു സിനാറിയോ പറയാം, സാഹചര്യം പറയാം. ചില ഒരു കുട്ടികൾ കോപ്പി അടിക്കണമെന്ന് എടുക്കാം. അപ്പോൾ ഒരു കുട്ടിക്ക് അറിയാൻ വേണ്ടി പാടാത്തതുകൊണ്ടാണ് മറ്റൊരു കുട്ടി കാണിച്ചു കൊടുക്കുന്നത്. പക്ഷേ ആ സമയത്ത് ടീച്ചർ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ആ സിനാറിയോയിൽ ആ രണ്ടുപേരെയും പണിഷ് ചെയ്യണം. അപ്പോൾ ആ കുട്ടി പറയണത് ആ കുട്ടിക്ക് അറിയാൻ പാടാത്തത് കൊണ്ടാണ് കാണിച്ചു കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ രണ്ടുപേരെയും പണിഷ് ചെയ്യണ്ടേ? അല്ലേ? പണിഷ് ചെയ്യണം. ആരും പണിഷ് ചെയ്യണം? കുട്ടി സഹായിച്ചൊരു കൊച്ചിനെ, പക്ഷെ ആ കുട്ടിക്ക് തെറ്റാണ് ചെയ്യണത്. പക്ഷെ ആ കുട്ടി സ്ട്രഗിൾ ചെയ്യണതുകൊണ്ടാണ് ആ കുട്ടി തെറ്റ് ചെയ്തത്. രണ്ടുപേരും നമ്മൾ പണിഷ് ചെയ്യണം. വേണം, നമ്മൾ രണ്ടുപേരും എന്താണ് പണിഷ് ചെയ്യണം. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സിറ്റുവേഷനിൽ നമുക്ക് അവർക്ക് എന്താണ് വർക്ക്ഷോപ്പ് കൊടുക്കാം. അതേപോലെ തന്നെ എത്തിക്കലായിട്ടുള്ള ട്രെയിനിങ്ങും സെമിനാറും അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജസ്റ്റിസും അതേപോലെ തന്നെ എത്തിക്കൽ പ്രാക്ടീസും നമ്മൾ നിലനിർത്താം എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത് വർക്ക്ഷോപ്സുകൾ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് അവരെ കുറച്ചും കൂടി അവയർനെസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിലൂടെ എന്താണ് ലൈഫിൽ ജസ്റ്റിസും എത്തിക്കൽ പ്രാക്ടീസും നമ്മൾ ചെയ്യും. ഓക്കെ. സോ ഈ സിറ്റുവേഷനിൽ എന്താ പറയണത്? അപ്പോൾ പറയാമോ? ശരിയല്ലേ? എന്താണ് എന്താ പറ്റിയത്? അളകനല്ല. അളകെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? നമ്മളെന്താണ് ജസ്റ്റിസ് നമ്മളെന്താണ് എല്ലാവരെയും ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും അവർക്ക് ഡിസേർവ് ചെയ്ത കാര്യം നമ്മൾ നൽകുകയും ചെയ്യണം. അപ്പോൾ എന്താണ് അവിടെ ഒരു ഫെയർനെസ് പറഞ്ഞാൽ ഒരു നീതി വരുന്ന സമൂഹത്തിൽ ഒരാൾക്ക് ഡിസേർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നൽകാൻ വേണ്ടി കഴിയണം. എനിക്ക് ക്ലാപ്പ് കൊടുത്ത് ഈ ഒരു ന്യൂസ് വായിച്ചേ. ഇതെന്താ പറയണത്? അയ്യങ്കാളി അറിയില്ലേ? മഹാത്മാ അയ്യങ്കാളി ഒരു സോഷ്യൽ റീഫോമറാണ്. ഇതേപോലെ സമൂഹത്തിലുള്ള ഇൻജസ്റ്റിസുകളെയൊക്കെ എതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ആര് പറഞ്ഞേ? മഹാത്മാ അയ്യങ്കാളി. അപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഒരു ഗവൺമെൻറ് യു പി സ്കൂളിൽ ഒരു കുട്ടി, പഞ്ചമി എന്നാണ് കുട്ടിയുടെ പേര്. ആ കുട്ടി എന്താണ് അവിടെ ക്ലാസ്സിലുള്ളത് കൊണ്ട് ആ കുട്ടിക്ക് എഡ്യൂക്കേഷൻ ഡിലേ ചെയ്തു. അപ്പോൾ ആ എഡ്യൂക്കേഷൻ ഡിലേ ചെയ്തുകൊണ്ട് അയ്യങ്കാളി നമ്മുടെ കുട്ടിയെ കൊണ്ട് ആ സ്കൂളിൽ കൈമുറിച്ച് കൊണ്ടുപോകണം. അപ്പോൾ അവിടെ അത് പഠിക്കണമെന്ന് പറയുകയും അവിടെ ഇരിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഫ്യൂഡൽ ലോസുകൾ ആ സ്കൂളിൽ എത്തിക്കുകയും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇന്ത്യയുടെ അവശിഷ്ടങ്ങളൊക്കെ മ്യൂസിയത്തിലുണ്ട്. അതാണ് ഈ മ്യൂസിയം പറയുന്നത്. അപ്പോൾ ഇതിനാണ് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ ഇതിപ്പോൾ കാണിക്കുന്നത് ഈ ന്യൂസിൽ എന്താണ് റിലവൻറ്റ്? ഈ ന്യൂസിൽ എന്താ മനസ്സിലായത് പോലെ? ഇൻജസ്റ്റിസ് കാണുകയല്ലേ? നീതി ഇല്ലായ്മയില്ല. കുട്ടിക്ക് അവിടെ പഠിക്കാൻ പറ്റുമോ? അതോ ഇല്ല. അപ്പോൾ ആ കുട്ടി എന്താണ് അവിടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് എല്ലാവരും പഠിക്കുന്നത് എന്താണ് പുറത്തുള്ള പറയുന്നത്. അപ്പോൾ മാർജിനലൈസ്ഡ് ആയി പോകണല്ലേ കുട്ടി, അല്ലേ? അപ്പോൾ അവിടെ എന്താണ് കാണേണ്ടത് പോലെ
ന്യൂസുമായിട്ട് എന്താ മനസ്സിലായത്? ഇൻജസ്റ്റിസ് ഉണ്ട്. ഇനീക്വാളിറ്റി, ഇൻജസ്റ്റിസ്, മാർജിനലൈസേഷൻ ഒക്കെ എന്താണ് ആ കുട്ടിയോടെ ആ ഒരു ന്യൂസിന് നമുക്ക് വായിക്കുമ്പോഴത്തേക്ക് മനസ്സിലാകും അല്ലേ? ഈ ഇൻജസ്റ്റിസ് എന്താണ്? നമ്മളൊരു എന്താണ് ഒരു എക്സ്ക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മൾ ഒരു ഇൻജസ്റ്റിസിനെ എക്സ്ക്ലൂഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഫ്രം ദി mainstream of society and denial of the opportunities. ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവും, എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ എന്താണ് അവർ അവസരങ്ങൾ ഡിലേ ആകുമ്പോഴത്തേക്ക് അവരുടെ അവസരങ്ങൾ ലഭ്യമാകാത്ത അവസ്ഥയാണത് ഈ ഒരു ഇൻജസ്റ്റിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് എല്ലാവരും ഒരു എഡ്യൂക്കേഷൻ സ്കൂളിൽ എന്താണ് പഠിക്കുന്നുണ്ടാവും, പക്ഷേ കുറച്ച് പേര് എന്താണ് കാസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ക്ലാസിൻ്റെയോ പേരിൽ എഡ്യൂക്കേഷൻ കിട്ടാതെ വരുമ്പോഴത്തേക്കും എന്താണ് അവിടെ ആ ഒരു ഗ്രൂപ്പ് എന്താണ് അനീതി നേരിടുകയാണ്. അതേപോലെ തന്നെ എന്താണ് ആ കുട്ടി മാർജിനലൈസേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. മാർജിനലൈസേഷൻ എന്താണ് ഒരു വായിച്ചയുടെ മാർജിനലൈസേഷൻ മാർജിനലൈസേഷൻ എന്താണ് ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടേണ്ട സാഹചര്യത്തിലും പക്ഷെ അവരെന്താണ് എക്സ്ക്ലൂഡ് ആയി പോകുന്നു. അതാണ് എന്ത് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് ഇൻജസ്റ്റിസ്? എടാ എനിക്കൊരു മാർക്ക് കൊടുക്കേടാ. അപ്പോൾ നമ്മുടെ ഇൻജസ്റ്റിസും മാർജിനലൈസേഷൻ നമ്മൾ ഈ ഒരു കാര്യത്തിൽ മനസ്സിലായി അല്ലേ? വേറെ മനസ്സിലാവും. ഇൻജസ്റ്റിസും പിന്നെ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ട് അല്ലേ? അല്ലേ? ഈ സാഹചര്യം നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്താണ് പറ്റുന്നത്? റിസർവേഷൻ ഓഫ് സീറ്റിലൂടെ നമുക്ക് എന്താണ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ ജോബിലായിക്കോട്ടെ നമുക്ക് ഈ റിസർവേഷൻ ഓഫ് സീറ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്കും ഗ്രൂപ്പ്സിലൊക്കെ എന്താണ് ആ ഒരു മെയിൻ സ്ട്രീമിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനായിട്ട് സാധിക്കും അല്ലേ? ഇപ്പോൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ദളിത് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ അവർക്ക് എന്താണ് റിസർവേഷൻ കൊടുക്കാൻ കാരണം ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഇൻജസ്റ്റിസ് അവർ നേരിട്ടിട്ടുണ്ട്. ചരിത്രപരമായിട്ട് കുറേ അധികം അനീതികൾ ഇൻജസ്റ്റിസ് അനീതിയായിട്ട് നേരിട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇത് അവർക്ക് ഈ ഒരു റിസർവേഷൻ കൊടുക്കാനായിട്ട് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് അവരെയും മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഈ റിസർവേഷൻ ഒക്കെ കൊടുക്കുന്നതിലൂടെ എന്താണ് നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷനിലായിക്കോട്ടെ ജോബിലായിക്കോട്ടെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് എന്താണ് നമുക്ക് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ എന്താണ് സൊസൈറ്റിയിൽ ജസ്റ്റിസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് നന്നായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ ജസ്റ്റിസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സൊസൈറ്റി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വേറെ എന്തൊക്കെ പറ്റുമോനെ? ജസ്റ്റിസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? നമ്മളെന്താണ് അവയർനെസ് പ്രോഗ്രാംസുകൾ കണ്ടെത്തുകയും അതേപോലെ തന്നെ എന്താണ് വർക്ക്ഷോപ്സുകളൊക്കെ സൊസൈറ്റി കമ്മ്യൂണിറ്റിയിൽ ആൾക്കാർക്ക് കൊടുക്കണം. എങ്ങനെ നമ്മൾ ജസ്റ്റിസുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക്ഷോപ്സുകളൊക്കെ കൊടുക്കുകയും അവയർനെസ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ആളുകളിൽ ഒരു അവയർനെസ് കിട്ടും. സൊസൈറ്റിയിൽ ജസ്റ്റിസ് നിലനിർത്തണം എന്നുള്ളതിന്റെ പ്രാധാന്യം അപ്പോൾ ഹോണസ്റ്റി അതേപോലെ തന്നെ എമ്പതിയൊക്കെ ജസ്റ്റിസിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ആവും. ജസ്റ്റിസ് ഈ പ്രാധാന്യം കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റിസിന്റെ പ്രാധാന്യം എങ്ങനെ നമുക്ക് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നോ ഈ വീഡിയോയിൽ നോക്കാം. Let's watch this video. It's mentioned about the importance of justice in our life. Okay.